ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ, ഞാൻ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളിവിടെ IT ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. ഞങ്ങൾ കുറച്ച് നാളായി ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ട്. പിന്നെ ബേബിയുടെ ബർത്ത്ഡേ ഒക്കെ വരികയാണ്. അപ്പോൾ അതും പ്രമാണിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. So come join with me on my journey from Bangalore to Kerala. അപ്പം ഞങ്ങൾ അങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 11 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. സംഭവം രാവിലെ ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റതാണ്. പക്ഷെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഫുഡൊക്കെ റെഡിയാക്കി അവ്യൂനെ റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സമയമായി. ഇനി നമ്മൾ ഓൾറെഡി വാവയുള്ളത് കൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓൾറെഡി ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് പോകണം. അപ്പം ഞങ്ങൾ എസ്റ്റിമേറ്റഡ് ഇപ്പോൾ ഒരു 8 മണി 9 മണി ഞങ്ങൾ നേരെ പാലക്കാടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആറാണ് കാണിക്കുന്നത്. ബട്ട് അറിയില്ല എത്ര മണി ശരിക്കും എടുക്കും അവിടെ എത്തുമ്പോന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴി നല്ലൊരു സ്പോട്ട് കണ്ടു. ഇത് തമിഴ്നാട്ടിൽ എവിടെയോ ആണ്. എന്താ പറയാ, വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡും എന്താ നല്ല രസം. ഈ നമ്മൾ ഈ വിൻഡോന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം ഈ നമ്മുടെ സ്കൈ കണ്ടോ, നല്ല ബ്ലൂ സ്കൈ ക്ലൗഡ്സ് ഒക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ഞാനും അവിയും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അനീഷിന് ഒബ്വിയസ്ലി ഡ്രൈവ് ചെയ്യണമല്ലോ, കാഴ്ച കാണാനുള്ള ചാൻസ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് എന്താ പറയാ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതായിരിക്കും എൻ്റെ സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ സ്കൈയും ക്ലൗഡും ഒക്കെ കണ്ടിട്ട് മതിയാവുന്നില്ല. ഞാനിങ്ങനെ നോക്കി അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ഞങ്ങൾക്കൊരു പെട്രോൾ പമ്പിൽ നിർത്തണം, ഫ്യൂവൽ അടിക്കണം, പിന്നെന്താ എയർ ചെക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മീൻവൈൽ ഇവിടെ ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി പെട്രോൾ അടിക്കാനും കുറച്ച് എയർ ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട്.
അവി കുറച്ച് നേരം ഒന്ന് ഫീഡ് ചെയ്ത് കിടന്നുറങ്ങി. അവിടെ ഒരു പട്ടീനെ കണ്ടിട്ട് പോവോന്ന് പറയണേ. കുറച്ച് നേരം കിടന്നുറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം അധികം നേരം ഉണർന്നിരിക്കുന്നുണ്ടാവും. ഓൺ ദ വേ കാണാം എങ്ങനെയാണ് ആള് ഞങ്ങളുടെ കൂടെ ഇരിക്കാന്ന്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെ ചെറിയ ഗല്ലീസിന്റെ ഇടയ്ക്ക് കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. സമയം ഉച്ചയായി. അപ്പോൾ പിന്നെ അവിയൊന്ന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന മൂങ് ദാൽ ഖിച്ചടിയാണ് കേട്ടോ. ഈ ഒരു ജാർ ഇൻസുലേറ്റഡ് ഫുഡ് ജാറാണ്. ഞാൻ സ്കിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നല്ലതാണ് കേട്ടോ. ചൂടെല്ലാം നിന്നിരുന്നു. ഞാൻ രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ, ഉച്ചയായപ്പോഴേക്കും ചൂടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവയും അധികം കഴിച്ചില്ല. കുറച്ച് കഴിച്ചപ്പോഴേക്കും ആൾക്ക് മതിയായി. അപ്പൊ അവൾക്ക് വൈകുന്നേരം പറാട്ട ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. ഞങ്ങളും കഴിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾക്കും കൊണ്ടുവരുന്നു. അപ്പൊ അതിന്ന് കുറച്ച് പറാട്ട അവള് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. കാരണം വണ്ടിയിലിരുന്ന് ട്രാവൽ ചെയ്ത് പിന്നെ ഞങ്ങൾക്കും കഴിക്കണമല്ലോ. അപ്പോൾ ഒന്ന് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ സൈഡിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് നല്ല രസം. ഒരു ചെറിയ വെയിലുണ്ടായിരുന്നതൊക്കെ പോയിട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അവിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങളിവിടെ ഇടയ്ക്ക് നിർത്തിയതായിരുന്നു, ലൈക്ക് ഒരു പിറ്റ് സ്റ്റോപ്പിന്. അപ്പോൾ ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു മഴ വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ക്ലൗഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബട്ട് നല്ല കാറ്റും നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇവിടെ. അവിടെ ഇരിക്കുന്നുണ്ട് 2 പേര് പാസഞ്ചേഴ്സ് ആയിട്ട്. ഹലോ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ ഫാസ്ടാഗ് റീചാർജ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ വന്നിടത്തൊക്കെ ഡബിൾ ചാർജ് കൊടുത്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഫൈനലി എങ്ങനെയൊക്കെയോ ഫാസ്ടാഗ് റീചാർജ് ആയി, നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പം നൈസ്. ഞങ്ങൾ വെള്ളം മേടിക്കാൻ പോയി. കുറച്ച് തണുത്ത വെള്ളം മേടിക്കാനാണ് പോയത്. പക്ഷെ ആ വെള്ളം തണുപ്പല്ലാത്തതുകൊണ്ട് വെള്ളം മേടിക്കാതെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് എവിടെന്നെങ്കിലും വെള്ളം കിട്ടുവാണെങ്കിൽ മേടിക്കണം. ബിക്കോസ് വണ്ടിയിൽ ഒരു തുള്ളി വെള്ളമില്ല അവിയുടെ വെള്ളം ഒഴിച്ചാൽ. അപ്പം എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം കൂടെ മേടിക്കണം. ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചിരിക്കുകയാണ് കേട്ടോ. ഉറങ്ങുമല്ല, കാരണം എനിക്ക് വണ്ടി കയറി അങ്ങനെ ഉറക്കം വരില്ല. എസ്പെഷ്യലി കാറിൽ. ഞാൻ ഭയങ്കര ഒരു കോൺഷ്യസ് ആണ് കാറിലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലും എനിക്ക് ഉറക്കം എന്ന് പറയുന്നൊരു സാധനം വരില്ല, എത്ര ടയേർഡായി എത്ര രാവിലെ എഴുന്നേറ്റാലും. അപ്പൊ അവളിങ്ങനെ ഉറങ്ങി. അപ്പൊ കുറച്ചു നേരം അവൾ എന്റെ മടിയിലൊക്കെ കിടത്തി. ഞാൻ വിചാരിച്ചൊന്ന് ഉറങ്ങാന്ന്, പക്ഷെ ഉറക്കമൊന്നും വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു അവള് ഉറങ്ങുന്നവരെ. ഫൈനലി ഞങ്ങക്ക് വെള്ളം കിട്ടി. സോ ആദ്യം ആടും ഏത് മൃഗങ്ങൾ കണ്ടാലും അത് പട്ടിയാണ്. ആളിവിടെ നിന്നിട്ട് വിളിക്കാണ്. സമയം വൈകുന്നേരം ഒരു 4:30 ആയി. ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തിയത് അനീഷ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കാത്തതുകൊണ്ട് ആ സൈഡിലേക്ക് നോക്കണ്ടേ ആവശ്യമില്ല. എനിക്ക് ലൈം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ സാധാരണ കുടിക്കാറ്. പക്ഷെ ഇന്ന് അതൊന്നും കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഐസ്ക്രീം മേടിച്ചു. സ്ട്രോബെറി കോണിന്റെ ഒരു ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. അവ്യു ഇപ്പോഴും കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഹലോ. അപ്പോൾ അവ്യു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പിറ്റ് സ്റ്റോപ്പ് നിർത്തിയിരിക്കുകയാണ്. അനീഷ് ഓൾറെഡി നേരത്തെ ചായ കുടിച്ച് ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ബട്ട് അവ്യുനൊരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മീൻ വൈൽ അവൾക്കൊന്നും കുറച്ച് തൈര് കൊടുത്താലോ എന്ന് വിചാരിക്കുമായിരുന്നു ഈവനിങ്. അപ്പം
ഞങ്ങൾ കിട്ടുമെങ്കിൽ തൈരും കൂടെ മേടിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. പുറത്ത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റ്, അതിനും നല്ല രസമുണ്ട്. കീ എടുത്തോ? മഴ പൊടിയുണ്ടോ? ഹായ്, നല്ല രസം, നല്ല കാറ്റ്. ഇവിടെ കേട്ടോ കുറേ ഷോപ്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഈ നല്ല കാറ്റ്, നല്ല രസം. ഈ ട്രാവലൊക്കെ ചെയ്യുന്നവർ, ദൂരേക്കൊക്കെ പോകുന്നവർ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് കണ്ടോ, ടോളിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ. ഇത് ഇവിടുത്തെ ടോളാ? ഇത് ഏതാ ടോളാ? ടോളും സ്ഥലവും ഒന്നും അറിയില്ല. തമിഴ് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വല്ല സ്ഥലം എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സേലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ടൈം എത്രേ? ഓൾമോസ്റ്റ് 6 ആയിട്ടുണ്ടാവും അല്ലേ? 6, ഓൾമോസ്റ്റ് ടൈം 6 ആയി. ഞങ്ങളുടെ എസ്റ്റിമേറ്റഡ് ഡെസ്റ്റിനേഷൻ ടൈം കാണിക്കുന്ന 8:30-8:45. അപ്പം ഹാഫ് വേ ത്രൂ ആയിട്ടുള്ളൂ, ഇനിയും പോകാനുണ്ട്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തൊക്കെ നിന്ന് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വീട്ടിലേക്ക് പോകാനൊരു പ്ലാനിലാണ്. ലോക്ക് ചെയ്തോ? ഡോർ ലോക്ക് ചെയ്തോ? നമുക്ക് തൈര് നോക്കാം. തൈര് തപ്പിയാണ് പോയതെങ്കിലും തൈരൊന്നും കിട്ടിയില്ല. അപ്പൊ അവിടെ ഒരുപാട് കടകളുണ്ടല്ലോ. അപ്പൊ അവിടെ ഞങ്ങള് ഒരു ബേക്കറിയിൽ കയറി. ഞാൻ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒരു മാംഗോ മിൽക്ക് ഷേക്ക് പറഞ്ഞു. അനീഷ് കൂടെ ഒരു കായ ബജിയും പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരത് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കും ട്രൈ ചെയ്യാൻ ഒരു കൊതി, എങ്ങനെയുണ്ട് എന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തു, എന്നിട്ട് പിന്നെ കഴിച്ചു മതിയാവാഞ്ഞിട്ട് ഒന്നും കൂടെ ഓർഡർ ചെയ്തു. മിൽക്ക് ഷേക്ക് അങ്ങനെ അടിപൊളി ഒന്നും ഇല്ല. എന്താ പറയാ, നമ്മൾ ഈ റോഡ് സൈഡിലുള്ള ബേക്കറീസ് അല്ലേ, അപ്പൊ നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മിൽക്ക് ഷേക്കും കായ ബജിയും ഒക്കെ കുടിച്ചു. അവ്യൂന് അതൊക്കെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളൊന്നും കൊടുത്തില്ല. പിന്നെ അവിടുന്ന് അപ്പോഴേക്കും കാർമേഘം ഒക്കെ വന്നു, മഴ വരാനൊരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോ അതുകൊണ്ട് വേഗം അവിടുന്ന് പോയി. പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല, ലൈറ്റ് ഒന്നുമില്ല, നല്ല ഇരുട്ടായി, നല്ല മഴയുണ്ട്. അവയാണെങ്കിൽ കുറച്ചൊന്ന് ബാഡ് മൂഡായി തുടങ്ങി ആള്. ഞങ്ങളിപ്പോൾ ഒരു 8 മണിയായി, എന്നാൽ ഒരു 9:45 ആവും എത്തുമ്പോൾ. ആസ് ഓഫ് നൗ, ബിക്കോസ് മഴയുണ്ട്, നമുക്ക് സ്പീഡിലും പോകാൻ പറ്റില്ല, അപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ആളെങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ശരിയാവും. ഇപ്പൊ സമയം 9:40. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിട്ടോ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്നൊക്കെ ഒരു സിനിമ കേട്ടിട്ടില്ലേ? അത് ഇതിൽ ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ നമ്മുടെ മെയിൻ വഴിയിലേക്ക് കയറി. ഇനി നേരെ വീട്ടിൽ പോയി വെയിറ്റ് ചെയ്യാണ്. അമ്മ വന്ന് നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നു തന്നു. ഇനി ഉള്ളിലൊക്കെ കയറി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യണം. അവ്യൂ ഇപ്പൊ ഉറങ്ങുവാണ്. ഉള്ളിൽ കയറുമ്പോ എങ്ങനെ ഉണ്ടാവും കാണാം. ഹലോ, അപ്പോൾ ഫൈനലി ഞങ്ങൾ വീടെത്തി. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 10 ആയി. നല്ല ക്ഷീണമുണ്ട് ട്രാവൽ ചെയ്തതിൻ്റെ. വാവയാണെങ്കിൽ ഉറങ്ങുമായിരുന്നു. പിന്നെ വീട്ടിലെത്തി കിടത്താൻ വേണ്ടിയിട്ട് അമ്മ എടുത്തപ്പോഴേക്കും പിന്നെ അവൾ കണ്ണു തുറന്നു. അപ്പോൾ അതുകൊണ്ട് അവളൊന്ന് ഉറങ്ങിയാലാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉറക്കാൻ നോക്കുന്നുണ്ട്. കുറച്ച് നേരം അവൾ കളിച്ചിട്ടൊക്കെ ഇപ്പോൾ ഉറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇനി ഒന്ന് മേല് കഴുകി ഫ്രഷായി ഫുഡൊക്കെ കഴിക്കണം. ഫുഡിന്ന് പൊറോട്ടയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവയൊന്ന് പെട്ടെന്ന് ഉറങ്ങിയാൽ മതി. ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബാംഗ്ലൂർ ടു കേരള ട്രാവൽ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.